ഇന്ന് വൈകുന്നേരത്തേക്ക് നമുക്കൊരു ചായക്കടി ഉണ്ടാക്കിയാലോ? മേമതാ അതുണ്ടാക്കാനുള്ള തേങ്ങ ഒക്കെ നുറുക്കുണ്ട്. മേമ ഒരു ഹായ് പറയൂ. പിന്നെ ചിന്നേച്ചിതാ ശർക്കര പാനി റെഡിയാക്കാൻ ശർക്കര ഒക്കെ ഇതിക്കിടാണിതാ കണ്ടോ. തുള്ളി വെള്ളം വെച്ചിട്ടുള്ളൂ, കാരണം ഇത് ഉരുകി വരുമ്പോൾ വെള്ളം ഉണ്ടാവും. അപ്പോൾ ഒരുപാട് വെള്ളം വെച്ചിട്ടില്ല. ഉരുകുമ്പോൾ വെള്ളം ഉണ്ടാവുന്ന ചിന്നേച്ച് എത്ര ഒരു ഗ്ലാസ് വെച്ച് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അതിലിടാനുള്ള ശർക്കര എല്ലാവരും കൂടി എടുത്താണ്ട് ഇതൊക്കെ മേമ തേങ്ങയും ശർക്കരയും നല്ല രസാന്ന് പറഞ്ഞൊക്കെ തിന്നണതാ. അതേപോലെ തേങ്ങയും ബിസ്ക്കറ്റും രസമല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാ മുത്തേച്ചി നക്കുവാവ് എന്താ ഉറങ്ങിയിട്ടില്ല അല്ലേ? അതിൽ കുറച്ച് കുറുമ്പുണ്ട്. കവറേ ഹരിത കർമ്മസേനക്ക് കൊടുക്കാൻ വേണ്ടി കഴുകി എടുത്തിരിക്കുക. ശർക്കര ആയില്ല, അപ്പൊ കുറുമ്പൊക്കെ ഉണ്ടാവും. നിങ്ങളങ്ങനെ ചെയ്യാ? അങ്ങനെ ഇതാ ശർക്കര നല്ല തിളച്ച് ശർക്കരപ്പാനി റെഡി ആയി കേട്ടോ. നമുക്കിത് ചൂടാട്ടോ, ജാറിക്ക് ഒഴിക്കണമെങ്കിൽ ഇത് നല്ല തണുക്കണം. ഇപ്പോൾ ചിന്നേച്ചി ചൂടാറ്റുമ്പോഴാ മുത്തേച്ചി വെക്കണേ അരയ്ക്കാനുള്ള അരി കഴുകിക്കൊണ്ടിരിക്കും. വെള്ളം ഇല്ലാതെ അരി ഇടണേ, അപ്പോഴാ ശർക്കര വെള്ളം ഒഴിക്കുമ്പോൾ പാകമായി കിട്ടും. പഴം തൊലിക്കാണ്ട് എനിക്ക് തിന്നാനാണ് അല്ലട്ടോ, അത് അങ്ങോട്ട് പോകും, നിങ്ങൾ കാണാതെ പോകും. തേങ്ങ പോയില്ലേ? തേങ്ങ പോയി, ശർക്കര പോയി. ഇതിന്റെ ഒപ്പത്തിന് ശർക്കര വെള്ളം അരിക്കണ്ടോ? അരിച്ച് വെച്ചതല്ലേ? ആ തരാം. ഇതെന്താ പഴം ചേർക്കല്ലേ? ഇതരക്കലേ? ഇല്ലെങ്കിൽ നമുക്ക് അരച്ചിട്ട് വരാം. ഓക്കെ, ഇത് സംഭവം ഓരോ വീടാട്ടോ, ഒരെണ്ണം അരച്ചോട്ടെ. നമ്മളെങ്ങാനും അരച്ചിട്ടാ മിക്സിക്ക് അധികം വയ്ക്കിണ്ടെങ്കിലേ അതിവിടെ അടുത്തേ പിന്നെ അരച്ചോണ്ടൊന്നും അപ്പൊ കേടുന്നതാട്ടോ. അതാ ഞങ്ങൾ ആരും അത് അരക്കാൻ പോകത്തെ. അരച്ചോ അരിയൊക്കെ അരച്ച് കൊണ്ടുവന്നു പാത്രത്തിൽ വെക്കുക കേട്ടോ. ഒരു നുള്ള അപ്പക്കാരടാ, പിന്നെ കുറച്ചേരം വെക്കലേ. ഞങ്ങൾക്ക് അരിച്ചൂടത്തിന്റെ ഇതൊക്കെ എഴുതാനുണ്ട്, അപ്പൊ ഞങ്ങൾ അതൊക്കെ എഴുതി കഴിഞ്ഞ് വന്നിട്ട് നമുക്കിത് ഇന്ന് കുറ്റം പറഞ്ഞേ പല ആരെ തിന്നണൊക്കെയാണ് കണ്ടില്ലേ? ആര് വായിക്കപ്പോ പഴം പോയത് എന്താണ് ബുത്തൊന്നും നന്നായിക്കൂടെ? നെയ്യ് ഒഴിച്ചാണ് നമുക്ക് തേങ്ങ കൊത്തൊന്ന് വറക്കട്ടോ. ഇത് നേരത്തെ വറുത്തൊക്കെ മറന്നതല്ലേ. ഞങ്ങൾ എഴുത്തൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പൊ കുട്ടികൾ കരച്ചിലൊക്കെ കഴിഞ്ഞിട്ടോ. വറുക്കട്ടെ. അതെ, ഞമ്മടെ വീട്ടിൽ നിൽക്കണ ഞാൻ വാരി കെട്ടും. ഷാള് ഞങ്ങൾക്ക് സംഭവത്തിന് വീഡിയോ ഒക്കെ അല്ലേ, അപ്പൊ ഞങ്ങള് ഷാൾ ഇടുന്ന കേട്ടോ. അത് എല്ലാരും കുറച്ച് കഴിഞ്ഞാലൊക്കെ റെഡിയാവൂലേ? മുടി പിന്നെ എനിക്ക് പൊന്തിച്ച് കെട്ടാൻ ഒരു സമാധാനം ഉണ്ടാവും. ഇപ്പൊ നമ്മളെ തേങ്ങ വറവൊക്കെ റെഡിയായി. എന്നാ ചൂടാറി കേട്ടോ. കറണ്ട് വന്നോ? ഇല്ലല്ലേ, കറണ്ട് ഇല്ല കേട്ടോ ഇവിടെ. കറണ്ട് പോയി.
നമ്മളിതൊക്കെ മറിച്ചിടുക കേട്ടോ. വന്നിട്ടോ നിങ്ങളെ ചുറ്റായിട്ട് കഴിക്കുന്നുണ്ടോ? ഞാൻ ചുട്ടുണ്ടെങ്കിൽ പിന്നെ ആരെ ക്യാമറ എടുക്കും? ഞാൻ പിടിക്കുക കുറച്ച് അളക്കുന്നതിനുള്ളൂ. ഞങ്ങളെ ക്യാമറമാൻ ചിന്നോട്ടോ. ചിന്നുവിന്റെ ഫോൺ വന്നാൽ ഞങ്ങൾക്ക് ആശ്വാസമായില്ലേ. ഒരാൾ കുട്ടീനെ ആക്കി ഇരിക്കണല്ലോ. നന്നായിനല്ലോ, ഞാൻ ടേസ്റ്റ് ചെയ്യലോ. അല്ല തുടക്കണ ആള് തുടപ്പായിട്ട് വരിക. അത് വലിയ വൃത്തിക്കാരി കേട്ടോ. ഒരു തുള്ളി എവിടെങ്കിലും ആയാലും അപ്പ തുടക്കണം. സമാധാനം അതന്നെ തുടച്ചോട്ടെ. തുടക്കൂ. നന്നായില്ലേ? കാപ്പി തന്നെയാണ് പോവുക. അങ്ങനെ ഉണ്ണിയപ്പൊക്കെ റെഡിയായി. ഞങ്ങളെല്ലാരും കഴിക്കാൻ പോവാട്ടോ. അപ്പം തുളി ചൂടുണ്ട്, നല്ല ചൂടുള്ള ഉണ്ണിയപ്പം. ചുങ്കിരി വാ. ക്യാമറയുടെ മുന്നിൽ കയറാൻ മടി. ചുങ്കിരിക്ക് ഉണ്ണിയപ്പം വേണ്ട. ചുങ്കിയെ നല്ല സോഫ്റ്റ് ഉണ്ടല്ലേ. ഉള്ളൊക്കെ നല്ല ചൂടാട്ടോ. താമസിച്ച നമ്മള് പെട്ടെന്നില്ലേ മാവ് കൂട്ടി അപ്പന്നെ ചുട്ടത് എന്നാലും നല്ല നന്നായി. കുറച്ച് നേരം വെച്ച് അപ്പോൾ ഉണ്ണിയപ്പൊക്കെ സൂപ്പറായിരുന്നു. ഞങ്ങൾക്ക് കൂടുതൽ നിങ്ങളോട് സംസാരിക്കാനൊന്നും കഴിഞ്ഞില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം. കാരണം കുട്ടികളുണ്ടാകുമ്പോഴേ ഒരു ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് കരച്ചിലും ബീച്ചിലും ഇപ്പം തന്നെ ഇവിടെ കളിക്കണേ. അപ്പോൾ ഓരോരുത്തർക്കാണ് ഞങ്ങളെ ശ്രദ്ധ അധികം പോണത്. അപ്പോൾ പിന്നെ പോകെ പോകെ നന്നായി വരും എന്ന് വിചാരിക്കണേ. അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.